ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് mishamaxblog18. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുട്ടത്തിനടുത്ത് മലങ്കരയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത്, അതായത് മലങ്കര ഡാമിൻ്റേക്ക് പോകുന്ന റോഡിന് സൈഡിലായിട്ട് ഒരു മസ്ജിദ് ഉണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിലേക്കാണ്. അതായത് റോഡ് സൈഡ് റോമിയോ എന്ന് തന്നെ പറയാം. നമ്മുടെ ജബ്ബാറിക്ക പണ്ട് കാലം മുതൽ, എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കടയിലാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാത്തരം ചിപ്സുകളും ഉള്ള ഒരു കട. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വരും. ഇക്കയുടെ പേര് ജബ്ബാർ. ഒന്ന് ആ മാസ്ക് ഒന്ന് ഇറക്കിയിട്ടൊന്ന് പറയോ. പരിപാടികൾ നേരത്തെ നമുക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് മീനിൻ്റെ പരിപാടി ഉണ്ടായി. അതിനു മുമ്പ് ഉത്സവ കച്ചവടം കാര്യങ്ങൾക്കെല്ലാം പോകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം മീനിൻ്റെ പരിപാടി നിർത്തി. ഇപ്പം ഫുൾ ടൈം ഇതിലേക്ക് തന്നെയായി. സോ ഇതിൽ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. 10 മണിക്ക് വരും, എന്നാലും ഒരു 11 മണിയൊക്കെ ആവും എല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും. 7 മണി വരെ ഉണ്ട്, വൈകിട്ട് 7 മണി വരെ ഉണ്ട്. കഴിക്കാൻ വൈഫ് വരും. നിങ്ങളുടെ ചിപ്സിനെ കുറിച്ച് നല്ല പേരാ. എങ്ങനെയാ ചിപ്സിന്റെ കാര്യങ്ങളൊന്നും? ഇത് നാടൻ കായാണ്. നമ്മുടെ ഇവിടുത്തെ കായ എടുത്ത് നമ്മൾ സ്വന്തം വറക്കുന്നതാണ്. അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ നമ്മൾ 1/2 കിലോയാണ് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിലാണ്? അത് വെളിച്ചെണ്ണയിൽ വറുത്തുണ്ടാക്കുക. ഓക്കെ, മറ്റ് ഓയിലുകളൊന്നും ഉപയോഗിക്കില്ല? ഇല്ല. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ കട്ടപ്പന ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ 5 പാക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ചിപ്സ് പഴം വറുത്തുണ്ട്. നമുക്ക് പഴം വറുത്തതിന് നമുക്ക് നല്ല അഭിപ്രായമാണ്. കൂടുതൽ ചിലവുണ്ട്. എന്നാ റേറ്റ് ഈടാക്കണം? അത് നമ്മൾ 1/2 കിലോയ്ക്ക് 100 രൂപയാണ് അതും വാങ്ങുന്നത്. അതും സെയിം തന്നെയാണ്. പക്ഷെ അത് അല്പം റിസ്ക് കൂടിയൊരു പണിയാണ്. എന്നാലും നമ്മൾ ആ വിലയ്ക്ക് തന്നെ കൊടുക്കുക. കാരണം ഈ പഴം വറുക്കുക എന്ന് പറഞ്ഞാൽ അതിന് താമസം വരുന്നൊരു കേസാണ്. മറ്റുള്ള ചിപ്സ് വറക്കണ പോലെ പെട്ടെന്ന് ഇത് വറുത്ത് വരാൻ പറ്റുമോ. എന്നാലും ആ പഴം വറുത്തതിന് നമുക്ക് ഒത്തിരി ചിലവുണ്ട്. കാരണം ഈ ബേക്കറികളിലൊക്കെ അത് വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ ജബ്ബാറിക്ക പറഞ്ഞ പഴത്തിൻ്റെ ചിപ്സ്. കാണുമ്പോൾ തന്നെ നല്ല അളവിലുണ്ട് സാധനം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നല്ല അളവിലുണ്ട് സാധനം. കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഞാൻ ഇതെന്തായാലും ഒരു പാക്കറ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഏതായാലും ഇക്കാനെ പഴയ കാലഘട്ടം മുതൽ നമുക്ക് അറിയാവുന്ന ഒരാളാണ്. ഒരു ഊടായ്പൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ മീൻ വിറ്റുകൊണ്ടിരുന്നപ്പോൾ സമയം മുതൽ നമുക്കറിയാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. നല്ല ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നല്ലൊരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.